IDS വേഴ്സസ് IPS, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം വേഴ്സസ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം. അതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് IDS എന്താണെന്ന് നോക്കാം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇൻട്രൂഷൻ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിറ്റക്റ്റ് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ എ സ്റ്റാൻഡേർഡ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, IDSൽ നമ്മൾ കുറച്ച് ഇൻട്രൂഷൻ അറ്റംപ്റ്റ്സും അതുപോലെ തന്നെ വൈറൽ അറ്റാക്ക്, അൺയൂഷ്വൽ ട്രാഫിക്, ഇതെല്ലാം എന്ത് ചെയ്യും, ഈ ഒരു IDSൽ ഫീഡ് ചെയ്ത് വെക്കും. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഇത് ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ അലേർട്ട് റേസ് ചെയ്യും, അലേർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലേർട്ട് ക്രിയേറ്റ് ചെയ്യും. അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, IDS ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഫയർവാൾ അത് കഴിഞ്ഞിട്ടാണ് നെറ്റ്വർക്ക് IDS വരുന്നത്. നെറ്റ്വർക്കിൽ നമ്മൾ IDS ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റിനകത്തും IDS ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡി എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റ്, IDS എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. അവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലേർട്ട് ജനറേറ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. ഇനി IPSലേക്ക് വരുന്ന സമയത്ത് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം, ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഇൻട്രൂഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫെറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഐഡൻറ്റിഫൈ ആൻഡ് ബ്ലോക്ക് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഇൻ റിയൽ ടൈമിൽ വരുന്ന അറ്റാക്കിന് എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ ഇനി IPS എവിടെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇൻ്റർനെറ്റ് ഫയർവാൾ, നെറ്റ്വർക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, IPS ഇംപ്ലിമെൻറ്റ് ചെയ്യും. മോണിറ്റർ ട്രാഫിക് ബേസ്ഡ് ഓൺ അറ്റാക്ക് സിഗ്നേച്ചർ ഡാറ്റാബേസ്. ഇപ്പോൾ ഒരു അറ്റാക്ക് സിഗ്നേച്ചറും കാര്യങ്ങളും ഉണ്ടാവും. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പുതിയ വരുന്ന അറ്റാക്സും കാര്യങ്ങളും, ആ അറ്റാക്സിൻ്റെ സിഗ്നേച്ചേഴ്സ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മോണിറ്റർ ചെയ്തിട്ട്, ആ ട്രാഫിക് മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങനെ വരുന്ന അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്ത് കളയും. ഇനി ഹോസ്റ്റ് IPSലേക്ക് പോകുന്ന നേരത്ത് മോണിറ്റർ സെവറൽ എലമെൻറ്റ് ഓൺ ദ മെഷീനകത്ത് വരുന്ന പലതരത്തിലുള്ള എലമെൻറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ IPS നോക്കുന്നുണ്ട്. അത് നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാവാം, അതുപോലെ തന്നെ ഒരു IP ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു IPSനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വരുന്ന അറ്റാക്സിനൊക്കെ എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.